എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിക്യു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സ്വാതന്ത്ര്യദിന ക്വിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ. നമ്മൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബിക്യു ക്വിസ് വേൾഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ ആഭിമുഖ്യത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ക്വിസ് മത്സരം, പ്രസംഗ മത്സരം, പോസ്റ്റർ നിർമ്മാണ മത്സരം എന്നിവയാണ് നടത്തുന്നത്. ഏകദേശം 5000 രൂപയുടെ ക്യാഷ് പ്രൈസൊക്കെയാണ് സമ്മാനം. കൂടുതൽ വിവരങ്ങൾക്ക് ബിക്യു ചാനൽ ഈ ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കും. കൂട്ടുകാർ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. ഓപ്ഷൻസ്: 60 പേർ, 72 പേർ, 100 പേർ. ഉത്തരമെന്ന് പറയുന്നത് 72 പേർ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേർ. ചോദ്യം: ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ. ഓപ്ഷൻസ്: ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മറക്കരുത്. ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി. ഓപ്ഷൻസ്: കെ കരുണാകരൻ, സർ സി ശങ്കരൻ നായർ, കെ കേളപ്പൻ. പ്രസിഡൻ്റായ ആദ്യ മലയാളി. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സർ സി ശങ്കരൻ നായർ. സർ സി ശങ്കരൻ നായർ. ചോദ്യം: ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം. ഓപ്ഷൻസ്: സ്വദേശി പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ, റയറ്റ് വാലി. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം. ഉത്തരമെന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനം, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഓപ്ഷൻസ്: ഗോപാലകൃഷ്ണ ഗോഖലെ, മോത്തിലാൽ നെഹ്റു, ദാദാഭായ് നവറോജി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ചോദ്യം: ലോകമാന്യ എന്നറിയപ്പെടുന്ന ആര്? ലോകമാന്യ. ഓപ്ഷൻസ്: ഗോപാലകൃഷ്ണ ഗോഖലെ, മോത്തിലാൽ നെഹ്റു, ബാലഗംഗാധർ തിലക്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആര്? ഇപ്പോൾ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, ബാലഗംഗാധർ തിലകാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്. ചോദ്യം: ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ശില്പി. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഓപ്ഷൻസ്: ജെയിംസ് കാഫ്, ജോർജ് വിറ്റേറ്റ്, ബാലഗംഗാധർ തിലക്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ശില്പി. ഇപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ജോർജ് വിറ്റേറ്റ് ആണ് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ശില്പി. ചോദ്യം: ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പ്രസ്ഥാനം. ഓപ്ഷൻസ്: ഇന്ത്യ സൊസൈറ്റി, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പ്രസ്ഥാനം. ഉത്തരമെന്ന് പറയുന്നത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. അടുത്ത ചോദ്യം: ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ഓപ്ഷൻസ്: റയറ്റ് വാലി, റൗലറ്റ് ആക്ട്, ഇന്ത്യ ആക്ട്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, റൗലറ്റ് ആക്ട്.
ജാലിയൻവാല കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ചോദ്യം: ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ ബ്രിട്ടീഷ് ഓഫീസർ. ഓപ്ഷൻസ്: ജനറൽ ഡയർ, ജെയിംസ് ടോണി, ജനറൽ മാർഷൽ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ജാലിയൻവാലാബാഗ്. അപ്പോൾ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, ജനറൽ ഡയർ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ നിങ്ങളുടെ പേര് സഹിതം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മത്സരങ്ങളിൽ എല്ലാ കൂട്ടരും പങ്കെടുക്കുക.